ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിദ്യാസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഏത്തയ്ക്ക കൊണ്ടൊരു പ്രഥമനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാ പഴം 1/2 കിലോ എടുത്തിട്ടുണ്ട്, ശർക്കര 1/2 കിലോ എടുത്തിട്ടുണ്ട്, മുന്തിരി എടുത്തിട്ടുണ്ട്, കശുവണ്ടി എടുത്തിട്ടുണ്ട്, തേങ്ങ അരിഞ്ഞ കൊത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചവ്വരി ഞാൻ 100 ഗ്രാം കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് പാല്, ഏലക്ക. പാലിനി തേങ്ങ ചിരണ്ടി പിഴിഞ്ഞെടുക്കാം. നമുക്ക് ഏലക്ക പൊടിച്ചെടുക്കണം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ പഴത്തിനകത്തുള്ള കുരുകളെല്ലാം നീക്കം ചെയ്യണം. അപ്പം നമുക്ക് അത് തോല് കളഞ്ഞ് അകത്തുള്ള കുരുവെല്ലാം കളയണം. അല്ലെങ്കിൽ ആ അകത്തുള്ള കുരു ഇരുന്ന പായസത്തിനൊരു പുളിപ്പുണ്ടാവും. അപ്പം നമുക്കതെല്ലാം നീക്കം ചെയ്ത് അതുപോലെ കാമ്പങ്ങ് കളയണം. ഇത് നാടൻ പഴമായതുകൊണ്ട് ചെറിയ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നാടൻ പഴമാണിത്. അപ്പം ഈ കാമ്പ് നമ്മൾ കളയണം. ഇത് ഈ കുരു ഇരുന്ന പുളിപ്പുണ്ടാവും. അതിനാണ് നമ്മൾ കുരു നീക്കം ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചൊരു പാത്രം തയ്യാറാക്കാൻ വേണ്ടി വയ്ക്കാം. പാത്രം വെച്ച് കൊടുത്തു. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം ഇങ്ങനെ ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിക്ക കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. ഏത്തയ്ക്ക നെയ്യിൽ ഞാൻ വറുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. പകുതി ശർക്കര ഞാൻ ഒഴിച്ച് നന്നായിട്ട് ശർക്കരയിൽ വറുത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര ഒട്ടും വെള്ളമില്ലാതെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇരിക്കണ ബാക്കി ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നല്ല ശർക്കരയിലൊന്ന് വറണ്ട് വരണം. അതിനാണ് ഞാൻ പകുതി ഒഴിച്ചുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് പാതിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നൂറ് ഗ്രാം ചവ്വരി ഞാൻ കാച്ചി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ചവ്വരിയും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേവണം. ഞാൻ 2 തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഒരു പച്ച വെള്ളത്തിൻ്റെ ടേസ്റ്റ് വരും നമുക്ക്. അതിനാണ് നമ്മൾ ഉപ്പ് ഒരു ശകലം ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ബാക്കിയിരിക്കുന്ന പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഏത്തയ്ക്കര അകത്തിരിക്കണ കുരു നീക്കം ചെയ്ത് തന്നെ വെക്കണം, അല്ലെങ്കിൽ ഒരു പുളിപ്പായിരിക്കും. ഇത് നാടൻ പഴമാണ്, ചെറിയ പഴമായിരുന്നു നാടൻ പഴം. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം നമുക്ക് ഞാൻ സ്റ്റൗ ഓഫാക്കുകയാണ്. ഞാൻ സ്റ്റൗ ഓഫാക്കി ഇതിലേക്ക് ഞാൻ കുറച്ച് വറുത്ത ഇത് മാറ്റി വെച്ചിരുന്നു. കശുവണ്ടിയും തേങ്ങയും മുന്തിരിയും എല്ലാം കൂടെ, അതുകൊണ്ട് നമ്മളത് ഇതിൻ്റെ പുറത്തിട്ട് കൊടുക്കാം. എല്ലാം താഴ്ന്നു പോവുകയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ പായസം റെഡി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഏത്തയ്ക്ക പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ഇതിന് പഴത്തിനകത്തുള്ള ആ കുരു നീക്കം ചെയ്ത് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു പുളിപ്പുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.